ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും താക്കീതായി വ്യാപാരികളുടെ പ്രതിഷേധ പദയാത്ര. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേച്ചേരി ബസ് സ്റ്റാൻഡ് മുതൽ പാറന്നൂർ സെന്റർ വരെയാണ് പദയാത്ര സംഘടിപ്പിച്ചത്. കോഴിക്കോട്ടേക്ക് പോകുന്ന അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് പോകുന്ന മുഴുവൻ വാഹനങ്ങളും കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയായിട്ട് പോലും ഇതിന് വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളത് വലിയ പ്രതിഷേധത്തിനുള്ള കാരണം തന്നെയാണ്. ഇടവിട്ട് വരുന്ന ഈ ഓട്ടയടക്കൽ പരിപാടി അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഈ റോഡിൽ ഇന്നേ വരെ കാഴ്ചവെക്കാൻ സർക്കാർ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കേച്ചേരി സെന്ററിൽ പദയാത്രയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ നിർവഹിച്ചു. കേച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് പി.കെ. ജെയിംസ് അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി. അബൂബക്കർ, ട്രഷറർ സജി ചിറമൽ എന്നിവർ സംസാരിച്ചു. 1.5 പതിറ്റാണ്ടിന് മുൻപ് കേച്ചേരിയുടെ വികസനത്തിനും തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ വീതി കൂട്ടുന്നതിനും കോടികൾ അനുവദിച്ചിരുന്നെങ്കിലും ചൂണ്ടൽ പഞ്ചായത്ത് അതിർത്തിയിൽ മാത്രം റോഡ് വീതി കൂട്ടുന്നതിനോ കേച്ചേരി ജംഗ്ഷൻ വികസനമോ യാഥാർത്ഥ്യമായിരുന്നില്ല. കേച്ചേരിയുടെ വികസനത്തിനായി സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വിട്ടുനൽകുന്നതിന് വ്യാപാരികൾ തയ്യാറായിരുന്നു. എന്നാൽ ഭരണാധികാരികളുടെ പിടിപ്പുകേടു കാരണം ഇന്നും കേച്ചേരി ജംഗ്ഷനും റോഡും പഴയപടി തന്നെ തുടരുകയാണ്. നിരന്തരമായ ഗതാഗതക്കുരുക്കു കാരണം കേച്ചേരിയിലെ വ്യാപാരികൾ വലിയ നഷ്ടമാണ് സഹിക്കുന്നത്. മാറി മാറി വന്ന MLA-മാരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും റോഡിന്റെയും ജംഗ്ഷന്റെയും അവസ്ഥയിൽ യാതൊരു മാറ്റവും വരുത്താനായിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് വ്യാപാരികൾ സൂചനാ സമരവുമായി രംഗത്തെത്തിയത്. യൂത്ത് വിംഗ് പ്രസിഡന്റ് KD സാജൻ, സെക്രട്ടറി VV വിജിനിൽ, വനിതാ വിംഗ് ഭാരവാഹികളായ ആലിസ് സാജൻ, ബിൻസി ജോസ്, ഷീന ഷറഫുദ്ദീൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ KK അബ്ദുൾ മനാഫ്, KM അബ്ബാസ്, PV സുരേന്ദ്രൻ, P ദേവദാസ് തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. കോരിച്ചൊരിയുന്ന മഴയത്ത് 200ഓളം വരുന്ന വ്യാപാരികളാണ് പ്രതിഷേധ പദയാത്രയിൽ പങ്കാളികളായത്. മേഖലയിൽ അപകടങ്ങൾ നിത്യസംഭവമായ പശ്ചാത്തലത്തിൽ പ്രതീകാത്മകമായി അപകടത്തിൽപ്പെട്ട് ചോരയൊലിപ്പിക്കുന്ന യാത്രികന്റെ നിശ്ചല ദൃശ്യവും പ്രതിഷേധത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി.